സമൂഹത്തിൻ്റെ അവഗണനയും തെരുവ് ജീവിതത്തിൻ്റെ ദുരിതങ്ങളും അനുഭവിച്ച നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. മതിലകം പൊക്ലായിൽ താമസിച്ചിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മുൻ MLA ET ടൈസൺ മാസ്റ്ററിൻ്റെ ഇടപെടൽ മൂലം മതിലകം ഗ്രാമപഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും കൈകോർത്തതോടെയാണ് ഈ കുടുംബങ്ങൾക്കായി വീടുകൾ ഉയരുന്നത്. ഓരോ കുടുംബത്തിനും വീടിനും സ്ഥലത്തിനുമായി 6 ലക്ഷം രൂപ വീതം മതിലകം പഞ്ചായത്തിലൂടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. പരിമിതമായ തുകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷനു വേണ്ടി മതിലകം പുന്നക്ക ബസാർ വൈപ്പിപ്പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 5 വീടുകളുടെയും തറക്കല്ലിടൽ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മാള ഏരിയ കോർഡിനേറ്റർ KM നാസർ മാസ്റ്റർ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസിദ്ധ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ചിഞ്ചു അനീഷ്, ഹസീന ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു.